ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്കൊരു യാത്ര പോയാലോ? നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ചെമ്മിനി ഡാമിലോട്ടാണ്. ചെമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ വരന്തപ്പള്ളി ജില്ലയിലെ പാലിപ്പള്ളിക്കടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആമ്പല്ലൂരിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആമ്പല്ലൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പാലിപ്പള്ളി റോഡാണ്. അവിടുന്ന് 28 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെമ്മിനി വനമേഖല എത്തി. അപ്പം എസ്റ്റേറ്റിലൂടെ 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ബസ് സർവീസുകളൊക്കെ ഇതുവഴി ഉണ്ട്. പിന്നെ അതുപോലെ പാലപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ അധികം ആൾക്കാരൊന്നും അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. അതുവരെ നമുക്ക് വീടുകളും ആൾക്കാരൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇതുപോലുള്ളൊരു വനമേഖലയിലേക്ക് കയറിയ സമയത്ത് നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീല് തരുന്നതായിരുന്നു ത്രൂ ഔട്ട് ദി ജേണി. അപ്പം അത് ഭയങ്കര രസമാണ് ആ ഒരു യാത്ര അനുഭവിച്ചറിയാനായിട്ട്. അത് കേവലം ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഭയങ്കര അടിപൊളിയാണ്, കിടുവാണ് എന്ന് പറയുന്നതല്ല. നമ്മൾ റെയിനി ടൈമിലൊക്കെ യാത്ര ചെയ്യുന്ന യാത്രാപ്രേമികൾക്ക് എന്തായാലും ഞാൻ പറയുന്ന കാര്യം കുറച്ചെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. വനങ്ങളാൽ തിങ്ങി നിറഞ്ഞ് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഏരിയയാണ് രണ്ട് സൈഡും. ഇരുവശങ്ങളിലും തേക്കിൻ കാടുകളും അതുപോലെ തന്നെ റബ്ബർ കാടുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് നമുക്ക് ചെമ്മിനി ഡാമിലോട്ടേക്കുള്ള യാത്ര സമ്മാനിക്കുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മെയ് ആ ടൈമിലായിരുന്നു. അപ്പോൾ മെയ് ടു നവംബർ തണുപ്പ് കാലമാണല്ലോ. അപ്പോൾ എസ്പെഷ്യലി ഈ തണുപ്പ് കാലത്തൂടെ പോകുന്ന സമയത്ത് പിന്നെ പറഞ്ഞറിയിക്കണം ആ ഒരു ഫീല്. ഈ ഡാമിൻ്റെ അടുത്തായിട്ട് തന്നെ, ചെമ്മിനി ഡാമിൻ്റെ അടുത്തായിട്ട് തന്നെ ചെമ്മിനി വന്യജീവി സങ്കേതമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് നമ്മളൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പ്ലാന്റ്സിൻ്റെ അടിയിൽ അതിൻ്റെ സ്പീഷീസ് നെയിമും അതുപോലെ എന്താണ് പേര് എന്നുള്ളതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ദൂരം അതിൽ അങ്ങനെ നടന്നിട്ടുണ്ടായില്ല. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്തത്. നമ്മളിപ്പം റബ്ബർ എസ്റ്റേറ്റുകളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നല്ല സ്പോട്ട് കണ്ടപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ ഒരു പ്രഹസനം, അത് ഫോട്ടോ ഒക്കെ എടുക്കുക, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക. ഞാൻ മാത്രമേ, അതായത് അപ്പുവിനോട് പറഞ്ഞ് എൻ്റെ ഫോട്ടോസ് മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. കാര്യം അപ്പു അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ എൻ്റെ കുറച്ചധികം ഫോട്ടോസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഡാമിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ജലസേചന പദ്ധതിയും കാണാനായിട്ട്, ചെമ്മിനി ജലസേചന പദ്ധതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എഗെയിൻ നമ്മുടെ യാത്ര തുടരുകയാണ് ചെമ്മിനി ഡാമിലോട്ടേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിറയെ റബ്ബർ തോട്ടങ്ങളൊക്കെ പോകുന്നൊരു ഏരിയയാണ്. ഇപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുഴ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ ഒരു പുഴ വരുന്നൊരു ഫീലാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷേ നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ടായില്ല. തിരിച്ചു വരുമ്പം വെള്ളത്തിൽ ഇറങ്ങാമെന്ന് കരുതി. പിന്നീട് കുറച്ച് നേരം ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പശുക്കളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വണ്ടി മെല്ലെ നിർത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാര്യം സൗണ്ടൊക്കെ കേൾക്കുമ്പം, വണ്ടിയുടെ സൗണ്ട് ഹോണൊക്കെ കേൾക്കുന്ന സമയത്ത് പേടിക്കേണ്ടല്ലോ എന്ന് വരെ നമ്മൾ മെല്ലെയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായത്. എഗെയിൻ നമ്മൾ മുന്നോട്ടേക്ക് യാത്ര തുടരുകയാണ്. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ചെമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണാം. അവിടെ നമ്മൾ പാസ് എടുക്കണം കേട്ടോ. 40 റുപ്പീസാണ് എടുക്കേണ്ടത്, 2 പേർക്കും കൂടെ 40 റുപ്പീസ്. പിന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു എൻട്രൻസ് ഏരിയ കാണാം. ഈ എൻട്രൻസ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാലാണ് താഴെ ഡാമിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ഈ ഡാമിലേക്ക് കുറച്ച് ദൂരം നടക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഒരു ചൂടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെറിയ രീതിയിലൊരു ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. 20 മീറ്റർ ആഴത്തിലുള്ള 10 സ്ക്വയർ കിലോമീറ്റർ ഡെപ്തിലായിട്ടാണ് ഈ റിസർവോയർ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് എഗെയിൻ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ റെസ്റ്റിംഗ് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമൊക്കെ മരത്തിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഡാം കാണാൻ വേണ്ടി ഡാമിൻ്റെ സൈഡിലോട്ടേക്ക് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ താഴേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായത്. നമ്മൾ നേരെ ഫ്രണ്ടിലുള്ള വ്യൂവിലേക്ക് പോയിട്ടുണ്ടായില്ല. കാര്യം അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ടും മടിയുള്ളത് കൊണ്ടും നമ്മൾ പോയിട്ടുണ്ടായില്ല. അപ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ സൈഡിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു മയിലിനെ കണ്ടു. മയിലിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ മയിലിൻ്റെ പാട്ടിൽ പറന്നുപോയി, അത് വേറെ കാര്യം. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ ടൈം. കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ പറ്റും. ചെറിയൊരു ഏരിയ ഉണ്ട്, പക്ഷേ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഏരിയ പോലൊരു പ്ലേസ് കണ്ടു. ഇതുപോലൊരു പ്ലേസ്. അവിടെ നിന്ന് കുറച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്ക് ഊഞ്ഞാലാടണമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടി നമ്മളവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് ചായയോ ജ്യൂസോ അല്ലെങ്കിൽ സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം നമ്മളവിടുന്ന് യാത്ര തിരിക്കുകയാണ്.
അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയൊരു സൺസെറ്റ് കണ്ടു. അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ വീഡിയോ സമാപിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം തൃശ്ശൂർ ജില്ലയിലെ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും തൃശ്ശൂരിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിമ്മിനി ഡാം വന്യജീവി സങ്കേതത്തിലോട്ടേക്ക് നിങ്ങൾ ഒരു ദിവസം ടൈം ഉണ്ടെങ്കിൽ എന്തായാലും വരിക. അതിപ്പോൾ ഇങ്ങനത്തെ ഒരു റെയിനി ടൈമിലാണെങ്കിൽ, ഒരു വിൻ്റർ ടൈമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി രസമാവും ആ യാത്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.